ഇത് എവിടെ പരിപാടി ഇത്. ഓ ഗൈസ്, നമ്മൾ നൈട്രോ കാർ പഠിക്കാൻ വേണ്ടി വന്നിരിക്കണ്ടോ. ഇതാ റോഷൻ, ഇതാണ് ഐറ്റം. ഇതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. നമ്മൾ ചുമ്മാ ഇരുന്നപ്പോൾ നൈട്രോ ഓടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോയി ഇവിടെ ഓടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ വണ്ടി അങ്ങോട്ട് കയറ്റണം, വണ്ടി വല്ലയിടത്ത് ഒതുക്കി കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തി. വണ്ടി എടുക്ക് ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ വണ്ടി ഇവന് വിറ്റേൻ്റെ ഒരു വിഷമം കൊണ്ടിട്ട് ഇത് ഓടിക്കാൻ വേണ്ടി വന്നിരിക്കണ്ട ഇവിടെ. കണ്ട എനിക്കെങ്ങനെ തോന്നിയത് കൊടുക്കാൻ. ഇതാണ്ട് എൻ്റെ സെറ്റപ്പ്, ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഫ്യൂൽ ഒഴിച്ചോ? ഫ്യൂലില്ലേ? എടാ ഫ്യൂലിന് ഇപ്പം എത്ര രൂപ ഉണ്ടോ? 1300 രൂപ കണ്ടില്ലേ? കൈസ് 1 ലിറ്റർ ഫ്യൂവലിന് 1300. അത് ബ്രാൻഡഡ് ഫ്യൂൽ ഉണ്ടോ? കണ്ട ഊള ഫ്യൂലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ. അതെ, ഇതാണ് ഫ്യൂൽ ക്യാൻ. തിരിച്ചേ ഇപ്പുറത്തോട്ട് തിരിച്ചേ. ഓക്കെ സെറ്റ്. വാ സ്റ്റാർട്ട് ചെയ്. ഇത് എത്ര നാളായി ഇത് ഓർഡർ കണ്ടിട്ട്. കമോൺ. ബോഡി വെക്കണേ എന്നിട്ട്. ഇത് എവിടെ പരിപാടി ഇത് ഓഫായി പോകും. എന്താ ഓഫായി പോണേ? തണുത്തിട്ടാ? നീ ഇനി ആക്സിലേറ്റർ കൊടുത്തോണ്ടേയിരിക്കും, ഒന്ന് ഹീറ്റ് ആവട്ടെ. എന്താ മോന് ഇവിടെ കാട്ടിപ്പോടാ. എടുത്തുവിട് എടാ. മാരകം. എടാ ഇങ്ങോട്ട് വന്നേ. ടയറിൻ്റെ മര്യാദ ഇട് ഗൈസ്. പൊളി, ഒരു രക്ഷയില്ല. ഗൈസ് ഇതിന്റെ സൗണ്ട് ഒരു രക്ഷയില്ലാട്ടാ. ചവിട്ടി പിടിച്ച് കാണിച്ചാലോ? ചവിട്ടി പിടിച്ച് ഗൈസ്. ഇതാണ്ട ബ്രേക്ക്, സഡനാണ്. പിന്നെ ഗൈസ് ഇത് സംഭവം എന്ന് വെച്ചാൽ റിവേഴ്സ് ഇല്ല കേട്ടോ. ഇതിന് റിവേഴ്സ് ഇല്ല. ഓ ബ്രേക്കൊക്കെ വെറുതെ ഒരു രക്ഷയില്ല. പൊളി ഗൈസ്, ബ്രേക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഓ അവിടെ തന്നെ നിന്ന്. കിറ്റാ അമർത്തിയേ.
പറയണ ഇത് കൊടുക്കാൻ നേരത്ത് നിനക്ക് നീ സങ്കടം മനസ്സിലാണ് നിനക്ക്. നൈട്രോ ഇത് കൊടുത്തിട്ട് സെയിലായി. അതിന് മുന്നേ നമ്മളിത് ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. എന്റെ അമ്മ സൗണ്ട് ഒരു രക്ഷയില്ലട്ടാ. മാരൊക്കെ പെർഫോമൻസ്. ശരിക്കും ഇതിന്റെ ഇതാണ് ട്രാക്കിൽ ഇറക്കേണ്ടത്. ഇതൊക്കെ ട്രാക്കിൽ ഇറക്കിയ വേറെ ലെവല്. എന്നാ ഓടിച്ചോ. ലാസ്റ്റ് റൈഡല്ലേ. ഓ ഗൈസ്, ലാസ്റ്റ് റൈഡ് ആയതുകൊണ്ട് അവന്റെ മൊത്തം വിഷമം തീർക്കും. എന്റെ മോന് സൗണ്ട് എടാ നേരത്തെക്കാളും പെർഫോമൻസ് കൂടിയാ. എടാ ടയറ് അത്രയും കറങ്ങിയിട്ടാന്ന് തോന്നുന്നു. അത് ശരിക്കും ഒന്ന് ഒട്ടിക്കണോല്ലേ. ടയറ് അത്ര ലെവലില് വീർത്തിട്ടാ. അതുകൊണ്ടാണ് ആ സാധനം സ്പോഞ്ച് പുറത്തോട്ട് വന്നത്. ഗൈസ് മാറിട്ടൊക്കെ പവർ ഒരു രക്ഷയില്ല. ഇതിപ്പോ കൊടുക്കാന്നല്ലേ. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് വരില്ല, കൊടുത്തുപോയി. നമ്മള് കുഴപ്പമില്ലാത്തൊരു നിസാര വിലക്ക് സംഭവം കൊടുത്ത്. പോരെ സെറ്റല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവനത് ക്വിറ്റു. എങ്ങനെയുണ്ടായിരുന്നു നൈട്രോ ജീവിതം? മോനെ ഗൈസ്, എടാ ബാക്കി കഷ്ണം എന്തിടാ? അതിന്റെ ഉള്ളില് ഉണ്ടേണ്. ഇതേ ഇവിടെ പുറത്ത് വെളിയിൽ കിടക്കണ്. ആ ഇത് ഒട്ടിക്ക. ലാസ്റ്റ് പൊളി ഗൈസ്. അങ്ങനെ നൈട്രോ ആർസി വിറ്റു. ഇത് ആരും അധികം ആരും പേരും ചോദിച്ചില്ല. പക്ഷെ ഇത് ഓടിച്ച് കഴിയുമ്പോൾ അതിന്റെ ഫീല് മനസ്സിലാവുള്ളൂ അല്ലേ. നീ ഇതിപ്പോ വിറ്റിട്ട് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഒരു മൂടില്ലേ? വെറുതെ വീട്ടിലിരിക്കുമ്പോഴല്ലേ മൂടില്ലാത്തുള്ളൂ. പിന്നെ ഈ നൈട്രോ ആർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെയിൻ്റെനൻസ് ആണ് അല്ലടാ. നന്നായിട്ട് പൈസ ഇതാവും. അതായത് നിങ്ങള് ശരിക്കും ഏത് വണ്ടീനായിട്ട് കമ്പയർ ചെയ്യണം കാറുകളിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ? മാരുതി ഈ കാറിന്റെ പോലും ഈ കാറിന് ഇത്ര മെയിൻറ്റെയിൻസ് ഇല്ലല്ലേ. ഫ്യൂവലിന് ഭയങ്കര പൈസ. പിന്നെ എന്താ പറയാ, ഫ്യൂവലിന് 1300 രൂപ. പക്ഷെ സംഭവം വേറെ മൂടാണ്. ഈ ഒരു സൗണ്ടും ഇതിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് എടുത്ത് ഇത് ഓടിക്കണം, എന്നാലും അടിപൊളിയാണ്. എല്ലാം എടുക്കോ. ഇഗ്നീഷന്റെ ചാർജർ ഇതിന്റെ ഒപ്പം കൊടുത്ത സാധനങ്ങളുണ്ടോ ഗൈസ്? കേൾക്കുമ്പോ തന്നെ കരച്ചില്ല. സ്റ്റാർട്ടർ,
സ്റ്റാർട്ടർ ഞാൻ അഡീഷണൽ മറ്റേ ഡ്രില്ല് ആക്കിയതാണ്. ഫുള്ള് മാറ്റിട്ട് ഡ്രില്ല് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഡ്രില്ല് ബാറ്ററി 3S ബാറ്ററി, ലിപ്പോ ബാറ്ററി. ഇതിൻ്റെ ഉള്ളിൽ ലിയോൺ ആക്കി ESC. ഇത് വേറെ നമ്മൾ ചെയ്തതാണ് സാറ്. എന്റെ ESC ഉള്ളത്. ആ നിന്റെ ESC. ഗൈസ് അപ്പൊ ഇത്ര സംഭവം ഉണ്ട് ഇത് കൊടുത്തത്. നിസാര നമ്മ കൊടുത്ത വില ഒന്നും പറയാനുള്ള അല്ലേ റോഷ? കരയും. ഫ്യൂവല് കണ്ടോ, ഇത്രയും സെറ്റപ്പ് ആയിട്ടാണ് ഈ ഒരു കാർ കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ അതെ നമ്മുടെ ഇനിയിപ്പോ അടുത്ത RC കാർ ഏതാ? ഇലക്ട്രിക് ആണ് എടുക്കണേ. ഇലക്ട്രിക് അത് കഴിഞ്ഞിട്ട് ബഗ്ഗി, അത് കഴിഞ്ഞിട്ട് ഗൈസ് അപ്പൊ അങ്ങനെ നമ്മുടെ നൈട്രോ ബഗ്ഗിനോട് നമ്മൾ വിട പറയുകയാണ്. ഓക്കെ, ബൈ ബൈ. കരയാമോ? എടാ ഇത് വണ്ടി കൊടുത്തപ്പോ ഒരു വിഷമം തോന്നല്ലേ? സീരിയസ്ലി വിഷമമുണ്ടോ? സാരല്ല, വിഷമം ഉണ്ടല്ലോ. ക്ലീൻ ഔട്ട്. പക്ഷെ ഇൻഷാല്ലാ ഇനിയിപ്പോ എന്തായാലും നമുക്ക് മറ്റേ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ ചോദിക്കാം. അതെ